അസ്സലാമലൈക്കും. ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ ഒരു റെസിപ്പിയാണേ കട്ടൻ്റെ അപ്പം. അതിനു വേണ്ടി നമുക്ക് വെള്ളത്തിൽ കുതിർത്ത മാങ്ങണ്ടിയുടെ പരിപ്പുണ്ടല്ലോ, അതൊരു കപ്പ് എടുക്കുക. അത് നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ആ ജാറിൽ തന്നെ അരമുറി നാളികേരം, അര സ്പൂൺ നല്ല ജീരകം, 3 ഏലക്കായ ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അതിനിടയിൽ നമുക്ക് 3 അച്ച് ശർക്കര എടുത്ത് ശർക്കര പാനി ഉണ്ടാക്കി 1 ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് നന്നായി മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ മാങ്ങണ്ടിയുടെ പരിപ്പെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് മാങ്ങണ്ടി ഉണ്ടല്ലോ, അത് 10-12 ദിവസം നല്ല വെയിലത്തിട്ട് ഉണക്കി അത് കുത്തിപ്പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പെടുക്കാം. ആ പരിപ്പ് 10-12 ദിവസം വീണ്ടും വെള്ളത്തിലിട്ട് അതിൻ്റെ ഇടയിൽ 1.5 വെള്ളം മാറ്റണം കേട്ടോ. ആ മാങ്ങണ്ടിയുടെ കയ്പൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കാട്ടോ. അങ്ങനെ നമ്മുടെ അരിപ്പൊടി നന്നായി മിക്സാക്കി എടുക്കുക. നമ്മുടെ അരിപ്പൊടി ശർക്കര പാനിയിൽ നന്നായി മിക്സാക്കി കൊടുക്കുക. അങ്ങനെ മിക്സാക്കിയതിന് ശേഷം ആ ശർക്കര ഒന്ന് ബാലൻസ്ഡ് ആവാനുള്ള ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പും 1/4 സ്പൂണ് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആ മിക്സിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ അരപ്പും 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ കിണ്ണത്തപ്പം പോലെ ആവിയിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. കിണ്ണത്തിൽ നെയ്യ് തടവി ആവശ്യത്തിനുള്ള അരപ്പും കൂടി ഒഴിച്ച് 10 മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ച് ആവി വന്നതിന് ശേഷം ചെറിയ തീയിൽ 10 മിനിറ്റും കൂടി വയ്ക്കാം. അത് നമുക്ക് വെന്തതിന് ശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് തയ്യാറാക്കി നോക്കിയെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.